ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടെ കേരളത്തിലെ ബി.ജെ.പിക്കുള്ളിൽ വിഭാഗീയത അതിന്റെ പരമാവധി വർദ്ധിക്കുവാനാണ് സാധ്യത. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയെ വളർത്തുന്നതിൽ പങ്കുവഹിച്ച ഒട്ടേറെ നേതാക്കൾ ഇവിടെ തന്നെയുള്ളപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നതിൽ അമർഷം പലർക്കുമുണ്ട്. ഒരിക്കൽ കൂടി തഴയപ്പെട്ടതിന്റെ നിരാശയിലാണ് ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശും. മുതിർന്ന നേതാക്കൾ എന്ന നിലയിൽ ഇത്തവണ സ്ഥാനം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇരുവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രം തുണച്ചത് കേരളത്തിന് പുറത്തുനിന്നെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെയാണ്. ഇതിന്റെ അലയൊലികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം നില മെച്ചപ്പെടുത്തുന്ന ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞതിൽ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചു. NDAക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു. വോട്ട് വീതം 17.24% നിന്ന് 28.3%. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞുവെങ്കിലും C. കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയവും വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചിഴച്ചു. വിജയം നേടാനാകാതെ പോയതിൽ പരിവാർ സംഘടനകൾക്കടക്കം ബി.ജെ.പിയോട് അമർഷമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നുവെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുമെന്ന ഉപദേശവും RSS നേതൃത്വം ബി.ജെ.പിക്ക് അന്ന് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം കൃഷ്ണകുമാറിന് മുമ്പിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം അടിയറവ് വെക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനോളം പ്രവർത്തകരുടെ പിന്തുണയുള്ള മറ്റൊരു നേതാവും ബി.ജെ.പിയിൽ ഇല്ല. പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത്. 90കളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ബി.ജെ.പി പ്രവർത്തകരുടെ ആവേശമായി മാറാൻ ശോഭയ്ക്ക് സാധിച്ചു. അക്കാലത്ത് ശോഭയ്ക്ക് ഒത്തൊരെതിരാളിയെ പ്രസംഗ പീഠങ്ങളിലെത്തിക്കാൻ CPM പാടുപെട്ടു. ചെന്നിറങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് അനുകൂലമായി നിലകൊള്ളുന്ന പ്രശ്നങ്ങളെ പെരുപ്പിക്കാനും ഉയർത്തിക്കാട്ടുവാനും ശോഭയ്ക്ക് തന്റെ വാക്ചാതുര്യം കൊണ്ട് സാധിക്കാറുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ശോഭ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് ബി.ജെ.പി ദേശീയ നേതൃത്വം കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു. 2020 K. സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമാണ് ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശോഭ. ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയോട് അകലം പാലിച്ച് മാറി നിൽക്കുകയായിരുന്നു ശോഭ. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമാണ് വീണ്ടും അവരെ കോർ കമ്മിറ്റിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും ശോഭയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ കടുത്ത വിഭാഗീയത നിലനിന്ന ഘട്ടത്തിലും ബി.ജെ.പിയെ തള്ളിപ്പറയുവാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. പല വിവാദങ്ങളും ഉയർന്നു വന്നപ്പോഴും തന്റെ ചെലവിൽ ബി.ജെ.പിയെ തകർക്കുവാൻ അനുവദിക്കില്ല എന്ന മറുപടിയായിരുന്നു അവർ നൽകിയത്. അതായത് പറയുവാനുള്ളത് കൃത്യമായി പാർട്ടിയുടെ വേദികളിൽ തുറന്നടിക്കുന്ന സമീപനമായിരുന്നു ശോഭയുടേത്. തന്റെ ചെറുപ്പകാലം മുതൽക്കേ പിന്തുടരുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി എക്കാലത്തും അവർ അചഞ്ചലയായി നിലകൊണ്ടിട്ടുണ്ട്. അവഗണനയും തള്ളിപ്പറച്ചിലുകളും നേരിടുന്ന ഘട്ടത്തിലും പ്രസ്ഥാനത്തെ ഒരു വേള പോലും അവർ പ്രതിസന്ധിയിൽ ആക്കിയിട്ടില്ല. അത്രമേൽ പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ച ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാതെ തുടർച്ചയായി മറ്റുള്ളവരെ പരിഗണിക്കുന്ന സമീപനത്തിൽ പ്രവർത്തകർക്കിടയിലും കടുത്ത എതിർപ്പുണ്ട്. രാജ്യഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്നും അറിയുന്നു. മലയാളം എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത, സംഘടനാ പ്രവർത്തനത്തിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരാളെ പ്രസ്ഥാനമേൽപ്പിക്കുന്നത് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ലെന്നും രാജീവിനെ എതിർക്കുന്നവർ ഒറ്റക്കെട്ടായി പറയുന്നു. വരാനിരിക്കുന്ന പ്രതിസന്ധി കാലത്ത് രാജീവിനൊരിക്കലും തരണം ചെയ്യാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നേറ്റവും അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടാക്കുകയില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു.